ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ലൈഫ് ഓഫ് ഹെമയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ചതയാഘോഷം, ശ്രീനാരായണ ഗുരു ജയന്തി. അപ്പം എല്ലാവരും ആഘോഷിച്ചു അല്ലേ? എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻറ്റുകൾ അറിയിക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നേ, ഇത് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ സപ്പോർട്ട് കുറവാണല്ലോ. അപ്പോൾ അതേ ഞങ്ങൾക്ക് ഇന്ന് ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവ്, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് ബിരിയാണി ഉണ്ട്, പിന്നെ ചിക്കൻ, കുറച്ച് ബീഫ്, മുട്ട, പിന്നെന്താ പപ്പടം, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പഴം. ഇതാ എൻ്റെ മോള് ഇതേ നാളെ പോവും. ഞങ്ങളുടെ ഉണ്ണിയുടെ ഇന്ന് സ്കാനിങ്. ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ണിയുടെ രൂപം കണ്ട ദിവസമാണ് സ്കാൻ ചെയ്തിട്ട്. ആ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം എല്ലാവരും അനുഗ്രഹിക്കണം കേട്ടോ. എൻ്റെ അമ്മുകുട്ടനെയും ഉണ്ണീനെയും ഞങ്ങളുടെ ഫാമിലീനും എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ നാളെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ അവർക്ക്, അത് നാളെ കാണാം. ഓക്കെ. അപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ പറയും വേഗം മരിച്ചാൽ മതി എന്ന്. ഒരു കുഴിയിൽ കാലുപെട്ട ആദ്യം നമ്മളെന്താ പറയുക, അയ്യോ ഇപ്പോൾ തന്നെ എൻ്റെ കാലം ഒടിഞ്ഞേനെ എന്ന് പറയില്ലേ എല്ലാവരും? ഒടിഞ്ഞാലെന്താ? അപ്പോൾ അങ്ങനെ വിചാരിച്ചൂടെ? ആ കുഴിയിൽ വീണ് മരിച്ചാലെന്താ? അങ്ങനെ വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ 100 വയസ്സ് വരെ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ആരോഗ്യപൂർണമായ മനസ്സുണ്ടാവണം. ആരോഗ്യപൂർണമായ മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് ആരോഗ്യപൂർണമായ ശരീരവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. വ്യായാമം ചെയ്യണം, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ നല്ലത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതുപോലെ തന്നെ നല്ല വേഷം ധരിക്കുക. അപ്പം നല്ല വേഷം ധരിച്ചാൽ ഇങ്ങനെ 100 വയസ്സ് വരെ നല്ല വേഷം ധരിച്ചാൽ നമുക്ക് കോൺഫിഡൻറ്റ് ലെവൽ കൂടും, ആത്മവിശ്വാസം കൂടും. ആത്മവിശ്വാസം കൂടുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നാളെ കാണുന്നത് വരേക്കും ബൈ, ശുഭരാത്രി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നേ. ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? ഓക്കെ, ബൈ.